ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു ഇഷാസ് കിച്ചൺ ലോഗ്. അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് കൂന്തൽ റോസ്റ്റാണ്. അപ്പോൾ വീഡിയോ എല്ലാവരും കണ്ടു നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. 500 ഗ്രാം വരുന്ന കൂന്തളാണ് ഇതിനായിട്ട് എടുത്തിട്ടുള്ളത്. ഇതുപോലെ നന്നായിട്ട് ക്ലീൻ ആക്കിയിട്ട് റൗണ്ടായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മസാല തയ്യാറാക്കാം. അതിനായിട്ട് ചൂടായ ഒരു പാനിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് 2 സവാള നൈസാക്കി അരിഞ്ഞത് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. സവാള പെട്ടെന്ന് വഴറ്റി കിട്ടാൻ വേണ്ടിയിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. സവാള നന്നായി വഴറ്റി വന്നാൽ ഇതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചത് ഒരു 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഒരു പച്ചമണം മാറുന്നത് വരെ നമുക്കിത് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. അതൊന്ന് വഴറ്റി വന്നാൽ 2 തക്കാളി ഇതുപോലെ ജ്യൂസാക്കിയിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ റോസ്റ്റ് നല്ല ടേസ്റ്റ് ആവും കേട്ടോ. നമ്മൾ സാധാരണ തക്കാളി കട്ട് ചെയ്തിട്ടാണ് ചേർക്കാറ്. ഇതുപോലെ അരച്ച് ചേർത്താൽ ഒന്നും കൂടി ടേസ്റ്റ് ആയിട്ട് കിട്ടും. ഇതിലേക്കുള്ള മസാലപ്പൊടി തയ്യാറാക്കാനായിട്ട് 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല പൊടിച്ചത്. ഈ ഒരു മസാലപ്പൊടി നന്നായിട്ടൊന്ന് റോസ്റ്റാക്കി എടുക്കാം. അതിൻ്റെ ഒരു പച്ചമണം മാറുന്നത് വരെ നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ക്ലീനാക്കി വെച്ച കൂന്തൽ ചേർത്ത് കൊടുക്കാം. കൂന്തൽ നന്നായിട്ടൊന്ന് വേവാനായിട്ട് വെക്കണം. എക്സ്ട്രാ വെള്ളമൊന്നും ഇതിൽ ചേർത്ത് കൊടുക്കുന്നില്ല. ആ ഒരു മസാലയിൽ തന്നെ അതിന് വേവാനുള്ള വെള്ളമുണ്ട്. ഇനി കുറച്ച് കറിവേപ്പില ഇതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട്, നല്ലൊരു ഫ്ലേവറിനായിട്ട്. അപ്പോൾ നമ്മുടെ കൂന്തൽ ഏകദേശം കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു അരമുറി ചെറുനാരങ്ങ ഇതുപോലെ ഒന്ന് പിഴിഞ്ഞെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കൂന്തൽ റോസ്റ്റ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെയും കൂടെ ഒക്കെ കഴിക്കാനായിട്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. കമൻറ്റ് ബോക്സിൽ ഫീഡ്ബാക്ക് എഴുതി അറിയിക്കാനും മറക്കരുത്. താങ്ക് യു.